അപ്പം ഞാൻ നിൽക്കുന്നത് മണാലിയിലാണ്. മണാലി ഉട്ടോപ്പിയ റിസോർട്ട്. ഞാൻ ഇന്നലെയാണ് ഇവിടെ വന്നത്. ഇപ്പോൾ റൂം എടുത്തു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല സ്നോഫോൾ. ഇന്ന് വെളിയിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നും മൊത്തം മഞ്ഞ് നിറഞ്ഞ ആകെ സീനായി കിടക്കുകയാണ്. ഇപ്പോൾ വണ്ടി ഡ്രൈവർ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഓടിക്കാൻ പറ്റില്ല, വണ്ടി സ്കിഡാവും. അപ്പോൾ പിന്നെ റൂമിലോട്ട് തന്നെ വന്നു. റൂമിലിരുന്ന് കഴിഞ്ഞപ്പോൾ റൂമിൽ ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. എന്നാൽ പിന്നെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചു. ഇപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങല്ലേ പയ്യെ. ഇത് റൂം തന്നെ കുഴപ്പമില്ല. കോറിഡോർ ലിഫ്റ്റ് ഉണ്ട്. പിന്നെ എല്ലാ റൂമിൻ്റെയും ബാൽക്കണി വെളിയിലോട്ട് നല്ല വ്യൂ ആണ്. ഇത് കോറിഡോറാണ്. ഇത് കുറച്ചുകൂടി സൂപ്പറാക്കി. ഇറങ്ങുമ്പോൾ കാലിൻ്റെ അതായത് മുട്ടിൻ്റെ അവിടെ വരെ മഞ്ഞ് വരും. ഞാനാണെങ്കിൽ ഷൂ വാങ്ങിയിട്ടില്ല. ഷൂ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഷൂ പോയി നോക്കാം. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെയല്ലേ. രാവിലെ ഒരു ജിപ്സി പോയായിരുന്നു. അതുകൊണ്ട് ആ ജിപ്സി പോയ ടയർ കിടക്കുന്ന സ്ഥലത്തേക്കൊന്നും നടക്കാൻ കുഴപ്പമില്ല. ബാക്കി സ്ഥലമൊന്നും നടക്കില്ല, കാല് കൊണ്ടുപോകും. ഇപ്പോൾ വേറൊരു ഷൂ വാങ്ങണം. മാൾ റോഡിൽ പോയി ഷൂ വാങ്ങാനാണ് പ്ലാൻ. അതിനാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. കട തുറന്നിട്ടുണ്ടോ എന്ന് തീർക്കണം. അത് നന്നായി കിടക്കുന്നുണ്ട്. അതായത് കുറച്ച് നടന്നിരിക്കും. ശ്വാസം എടുക്കാനുള്ള കിടക്കാൻ ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തണുപ്പില്ല. വായന്ന് ശ്വാസം പോകണം. അത് ഈ റോഡ് തീർന്നു കേട്ടോ. എന്ത് ചെയ്യും? പശുമ്പോ ഉണ്ട്. പശുമ്പ ഉണ്ടാക്കാൻ പറ്റിയ പോണേന്ന് കുഴപ്പമില്ലാന്ന് തോന്നുമല്ലോ. മിസ്റ്റോടി പോയി കഴിക്കാം. അല്ല, മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞാലേ അവര് വണ്ടി എടുക്കുമായിരിക്കും. Mm-hmm.
മഞ്ഞായി വീഴുന്നുവോ മിഴിനാളം മിന്നുന്നുവോ കനവിലെ ചില്ലയിൽ ഈരില് തുന്നുമേ പുതുരിതുവായി നാം മാറവേ മലയുടെ മാറിലായി പൂച്ചൂടിയ തെന്നലും നമ്മുടെ ഇണമായി ചേരവേ അനുരാഗം തനുവാകെ മഞ്ഞായി വീഴുന്നുവോ മിഴിനാളം മിന്നുന്നുവോ റോഡിലോട്ട് പോവാം. മണ്ണോട്ട് വണ്ടി കയറ്റാൻ പാടില്ലല്ലോ. हाँ हाँ उसी रास्ते पे हुआ जो तू रिश्ता मत हो तू शांत हो जा रही मुझे तू कहीं ना निकला हाँ ഇതാണ് മാൾ റോഡ്. മഞ്ഞ കളർ എന്താണെന്ന് അറിയാമോ?
കാണും. ചെല്ലപ്പുഴ അത് 2 കിലോമീറ്റർ ഉണ്ട്. മണ്ണോടൊക്കെ നന്നായി പറയും. ഇന്നലെ 2 കിലോമീറ്റർ ഉണ്ട്. അതായത് മഞ്ഞ് സ്നോഫോള് കിട്ടണമെങ്കിൽ ഇത് ഈ ടൈമിൽ തന്നെ വേണം. അത് ചെറിയ സ്നോഫോളൊന്നുമല്ല, ഫുൾ ടൈം സ്നോഫോൾ. ഇപ്പോൾ സമയത്തിനാണ് ഉച്ചയ്ക്ക് 1 മണിയുടെ അവസ്ഥയാണ്. ഇനിയിപ്പോൾ രാത്രിയാകുമ്പോൾ കൂടും. റൂമിലൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹീറ്ററൊന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെന്താ പറയുക, ഇവിടെ വന്നത് ഇതിനാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. മഞ്ഞ് ശരിക്കും ആസ്വദിക്കാം. രസമാണ് സംഭവം. ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി, സൂപ്പർ.